Subscribe now and press the bell icon. Never miss an update. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്കെച്ചിങ് മാസ്റ്റർ. ആദ്യം തന്നെ പറയണ്ടല്ലോ, സാനിറ്റൈസർ. എന്ത് കാര്യം ചെയ്യുമ്പോൾ സാനിറ്റൈസർ മസ്റ്റാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പേപ്പറിൽ ഒരു ചതുരം വരക്കുക. അതായത് 36x24 വരുന്ന ഒരു കോളാണ് വരക്കുന്നത്. അതിൻ്റെ അകത്ത് 36 എന്നുള്ള സൈഡിനെ 4 കൊണ്ട് ഡിവൈഡ് ആക്കിയിട്ട് 9 പാർട്ടാക്കി, 24 എന്നുള്ള സൈഡിനെ 4 കൊണ്ട് ഡിവൈഡ് ആക്കിയിട്ട് 6 പാർട്ടാക്കി. അപ്പോൾ ടോട്ടലി 9x6 കോളംസ് വരിക. ഇപ്പോൾ ഏത് വരച്ച് കഴിഞ്ഞിരിക്കുന്നത് കുറേ വരക്കുന്ന ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ കോളം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കോളത്തിൻ്റെ ഉള്ളിൽ എത്ര വരക്കാം. ഇപ്പോൾ ഞാൻ വലത്ത് ഭാഗത്തുള്ള ഗ്രിഡിൻ്റെ അകത്ത് കാണുന്നത് പോലെയാണ് ഇടത്ത് ഭാഗത്തുള്ള ഓരോ കോളത്തിനകത്ത് വരക്കുന്നത്. അതായത് ഒരു കോളത്തിൻ്റെ ഉള്ളിൽ ഒരു പാർട്ട്, ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാർട്ട് നമുക്ക് വരക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പാർട്ട് മാത്രം സൂം ചെയ്തിട്ട് അത് മാത്രമായിട്ട് വരക്കുക ആദ്യം. അപ്പോൾ അത് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. മെല്ലെ ഫുള്ളായിട്ടിരുന്ന് കാണാം. ഇതിൻ്റെ അപ്പുറം ഞാൻ ഈ ഇമേജിൻ്റെ, അതായത് നമ്മുടെ മോഹൻലാലിൻ്റെ ഇമേജിൻ്റെ ഗ്രിഡ് ചെയ്ത ഇമേജും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക. എന്നിട്ട് അതുപോലെ ഗ്രിഡ് വരച്ചിട്ട് ഗ്രിഡിൻ്റെ അകത്ത് ഓരോ കോളത്തിൻ്റെ അകത്ത് എങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഒന്നാമത്തെ കോളത്തിൻ്റെ അകത്ത് ഞാൻ അത് വരച്ചത് നോക്കും, ചെറിയൊരു വരയെ വരുന്നുണ്ട് മുകളിലേക്ക്. രണ്ടാമത്തെ കോളത്തിൽ നോക്കുക, താഴേക്ക്, അതായത് അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു കർവ് മുകളിലേക്ക് 2 ലൈൻസ് കൂട്ടി വിട്ടുന്ന പോലെ. മൂന്നാമത്തെ കോളത്തിൻ്റെ അകത്ത് ഒരു ചെറിയ കർവ് താഴേക്ക് വരുന്നു. അപ്പോൾ ഇതായിപ്പോൾ മുകളിൽ റൈറ്റ് സൈഡ് വലത്തോട്ടേക്ക് രണ്ടാമത്തെ കോളത്തിൽ നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പാർട്സ് വരുന്നത്. അപ്പോൾ ഓരോ കോളായിട്ട് ഡിവൈഡ് ആക്കുമ്പോൾ ചിത്രം എളുപ്പമാവും. അപ്പോൾ നമ്മളെ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സൂം ചെയ്ത് നോക്കിയാൽ, ഇപ്പോഴത്തെ ഫോണിലൊന്നും ഉണ്ടാവില്ല, പഴയ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പിക്സൽസ്. അത് വെച്ചാൽ ഓരോരോ പിക്സലായിട്ടായിരിക്കും ഫോട്ടോന് ഡിവൈഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഈ കളർ ശരിക്കും തിരിയാൻ പറ്റും, ഏതെല്ലാം കളറാണ് ഈ ഫോട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പഴയ ഫോണിലെടുത്ത് നോക്കിയാൽ തിരിയും, ഇപ്പോഴത്തെ ഫോണിലൊന്നും പിക്സൽ കാണാൻ കഴിയില്ല. അപ്പോൾ അതേ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കോളത്തിൻ്റെ അകത്ത് ഓരോ ചെറിയ കോളത്തിൻ്റെ അകത്ത് എത്ര ഭാഗമാണ് വരുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഒരു ഫേസിൻ്റെ ചെറിയൊരു ഭാഗം ആ ഒരു കോളത്തിൽ വരും. അപ്പോൾ ആ ഒരു കോളത്തിൻ്റെ അകത്ത് വരുന്ന ഭാഗം മാത്രം നമ്മൾ ചെയ്താൽ നമുക്ക് ചിത്രം വരക്കുന്നത് അത്രയും എളുപ്പമായിട്ട് മാറും. ഇതൊരു ട്രിക്കാണ്, ട്രൈ ചെയ്യുക. വീഡിയോ ഫുള്ള് കണ്ട് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. ട്രൈ ചെയ്യുക. പിന്നെ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസ്, അതായത് ഇതുപോലത്തെ സ്കെച്ചിങ്, ഇപ്പോൾ ഓരോ ആൾക്കാരായിട്ട് ഇനിയും ഇതേപോലെ വരക്കുന്ന എളുപ്പ വഴികളായിട്ട് ഞാൻ മുന്നോട്ട് പുതിയ വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസിൽ ആദ്യം തന്നെ ലഭിക്കാനായി, നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ കിട്ടുവാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ വരക്കാൻ അറിയാത്ത ആൾക്കാരും വരക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് ട്രിക്സ് പഠിച്ച് വെച്ചോട്ടെ. എല്ലാവർക്കും വരക്കാൻ പറ്റും. ഇനി ആരും വരക്കാണ്ടിരിക്കണ്ട. നമ്മൾ എല്ലാവരും നല്ല കലാകാരന്മാരാണ്, ഉള്ളിലുള്ള കലയെ പുറത്തെടുക്കുക. അപ്പോൾ വരക്കാൻ പറ്റാത്തതായിട്ട് ഇനി ആരും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ഈ ചാനലിൻ്റെ അകത്ത് ഇടുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും പറയില്ല എനിക്ക് വരക്കാൻ അറിയില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വരക്കാം, നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കുക. ഇപ്പോൾ വീഡിയോ കാണുക, അപ്പോൾ വീഡിയോൻ്റെ അകത്തുള്ള പോലെ ട്രിക്സ് നോക്കുക. ഇപ്പോൾ വരക്കാൻ അറിയാത്ത ഏതൊരാൾക്കും വേണേലും എളുപ്പത്തിൽ വരക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രിക്സാണ് ഈ ഒരു ചാനലിൽ ഞാൻ ഇടുന്ന സ്കെച്ചിങ് മാസ്റ്ററിൽ. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, അപ്പോൾ അവരെയും നല്ല ഇത് വരക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അവർക്കും ഇത് ഷെയർ ചെയ്യുക. എന്നിട്ട് എല്ലാവരെയും ഹാപ്പി ആക്കുക. എനിക്ക് വരക്കാൻ അറിയില്ല, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, മറ്റു സങ്കടപ്പെടണ്ടാവും. ഇനി ഫുള്ള് വരക്കുന്നതിന് ട്രിക്സ് ഇറങ്ങിയല്ലോ, ഇനി എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഇനി നമ്മൾ ഫുള്ള് വരച്ച് ഫുള്ള് വലിയ കലാകാരന്മാരാകാൻ പോകുന്നതാണ്. പറയാൻ പറ്റുമോ, ഈ വലത്ത് ഭാഗത്ത് കാണിക്കുന്ന ആ ഒരു ഫോട്ടോ ഇല്ല, ഗ്രിഡ് ഇട്ട ഫോട്ടോ, അതാണ് നമുക്ക് വരച്ചിട്ട് ഫൈനലായിട്ട് കിട്ടിയ ഫോട്ടോ. പിന്നെ ആ ഗ്രിഡ് നോക്കിയിട്ട് നിങ്ങൾക്കും വരക്കാം. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് ആ ഗ്രിഡിലുള്ള പോലെ ഇപ്പോഴത്തെ ഞാൻ വരക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചിത്രം വരക്കൽ എത്ര എളുപ്പമാണ്. ഇപ്പോൾ ഈ ഒരു 20 മിനിറ്റ് കൊണ്ട്, ഇത് ശരിക്കും 20 മിനിറ്റ് അല്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയാം, അരമണിക്കൂർ 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഈ ചിത്രം വരയ്ക്കാൻ. അപ്പോൾ അത് ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ട് 20 മിനിറ്റിൽ ഒതുക്കിയതാണ്. 20 മിനിറ്റിൽ ഒതുക്കാനുള്ള കാരണം വെച്ചാൽ നിങ്ങളെന്തായാലും ഇപ്പോൾ ഈ എന്നൊക്കെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വളരെ കുറവാണ്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരെല്ലാം പകുതി 3/4 ആൾക്കാർ എനിക്ക് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനി പുതിയ ആൾക്കാർ വീഡിയോസ് കാണുമ്പോൾ ക്ഷമയോടെ ഇങ്ങനെ ഫുള്ള് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരു പുതിയ യൂട്യൂബറാണ്.
അപ്പോൾ എന്നെക്കൊണ്ട് നിങ്ങൾക്കായിരിക്കും അധികം അറിയില്ല എങ്ങനത്തെ വീഡിയോസാണ് ഇപ്പോൾ നല്ല വരക്കുന്ന വീഡിയോ ആണോ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. അപ്പോൾ എന്തായാലും 20-30 അരമണിക്കൂർ 3/4 മണിക്കൂർ നിങ്ങൾ ഇരുന്നിട്ട് വീഡിയോ കാണില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് സ്പീഡപ്പ് ആക്കിയിട്ട് 20 മിനിറ്റിൽ ഷോർട്ടാക്കിയത്. 20 മിനിറ്റിൽ കൂടുതൽ ഷോർട്ടാക്കി കഴിഞ്ഞാൽ വരക്കുന്നതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ ഇപ്പം തന്നെ സ്ലോ ആയിട്ട് വരക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ കോളം എടുത്ത് കാണേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കോളത്തിൽ എങ്ങനെയാണ് വരക്കുന്നത് നോക്കിയിട്ട് അതുപോലെ നിങ്ങൾക്ക് പേപ്പറിൽ വരക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ 4 സെൻറ്റിമീറ്റർ നേരത്തെ കണക്ക് വരണ്ടായി. അപ്പോൾ നിങ്ങൾക്കത് എടുക്കണമെന്നില്ല. നിങ്ങൾ വരക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് ഇപ്പോൾ ഏത് പേപ്പറാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ A4 ഷീറ്റ് എടുക്കുന്നത്, അപ്പോൾ A4 ഷീറ്റിൻ്റെ അകത്ത് ഞാനിപ്പോൾ പറഞ്ഞ അളവ് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അളവെടുക്കുക. അതായത് ഇപ്പോൾ സ്ക്വയറാണ് വരക്കുന്നതെങ്കിൽ 2:2 റേഷ്യോയിൽ എടുക്കുക. അതായത് 2 സെൻറ്റിമീറ്റർ വിട്ടിട്ടുള്ള കോളംസ് ആക്കിയിട്ട് ഉള്ളിൽ വരക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ 4x4 ആയിട്ടില്ല. അപ്പോൾ 4x4 ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ പേപ്പറിനും അതേ വലിപ്പം വേണം. ഇപ്പോൾ A4 ഷീറ്റ് എടുത്താൽ ഇത് കഴിയില്ല. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് നമ്മളെ അനാദി കച്ചവടത്തിലെല്ലാം കിട്ടുന്ന ഒരു ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. പണ്ട് സ്കൂളെല്ലാം പോകുമ്പോൾ ആൻസർ ഷീറ്റ് വാങ്ങിയിട്ട് പോകില്ലേ, 50 ഒരു പേപ്പർ, ആ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പേപ്പർ നിവർത്തി വെച്ചാൽ കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടും. ആ പേപ്പർ എടുത്തിട്ടാണ് ഞാൻ വരക്കുന്നത്. ഇപ്പോൾ A4 ഷീറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ലെങ്ത്തിൽ വരക്കാൻ കഴിയില്ല. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. 2 സെൻറ്റിമീറ്റർ എടുത്ത് വരക്കാൻ നല്ല എളുപ്പമായിട്ട് കഴിയും. കാരണം അപ്പോൾ കോളം കുറച്ചും കൂടി ചെറുതാവുകയും ചെയ്യും. അപ്പോൾ കോളത്തിൽ വരുന്ന ആ ഒരു ഭാഗം, അതായത് ഫേസിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് വരക്കേണ്ട അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ എളുപ്പത്തിൽ വരക്കാൻ പറ്റും. ഏകദേശം മോഹൻലാലിൻ്റെ പീസായി വരുന്നുണ്ട്. അപ്പോൾ ചളിയാക്കുന്നുണ്ട് കുറച്ച്. എന്നാലും ഇപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ്. ഇപ്പോൾ ഇത് കണ്ട് 20 മിനിറ്റ് ഇരിക്കുമ്പോൾ ബോറടിക്കില്ല. മൂക്ക് വരച്ച് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാണല്ലേ? മൂക്കിതാ ഇത്ര എളുപ്പമാണ് മൂക്ക് വരയ്ക്കാൻ. ഒരു കോളത്തിൻ്റെ അകത്ത് ചെറിയൊരു കർവ് വരും, മറ്റേ കോളത്തിൻ്റെ ചെറിയൊരു സൈഡിലേക്ക് ചെറിയൊരു ലൈൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് മുകളിലേക്ക് ഒരു കോളം, ടോട്ടലി 4 കോളത്തിനുള്ളിൽ മൂക്കായി. ഇത്ര എളുപ്പത്തിൽ മൂക്ക് നിങ്ങൾ ഈ മുമ്പ് വരച്ചിട്ടുണ്ടാവില്ല. അത്ര എളുപ്പമാണ് ഈ കോളത്തിനുള്ളിൽ വരക്കുന്ന പരിപാടി. പിന്നെ പറയാൻ വെച്ചാൽ കോളത്തിനുള്ളിൽ വരക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫേസ് വരക്കുന്നു. ആ ഫേസ് നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ, പ്ലെയിൻ പേപ്പറിൽ വെറുതെ വരക്കുമ്പോൾ ഒരിക്കലും ഫേസിൻ്റെ ഇപ്പോൾ കണ്ണ് ഏടിയ വെക്കേണ്ടത് തരില്ല, മൂക്ക് ഏടിയ വെക്കേണ്ടത് തരില്ല, വായി ഏടിയ വെക്കേണ്ടതില്ല. അവസാനം എല്ലാം വരച്ച് കഴിയുമ്പോൾ സ്മൈലി വരച്ച പോലെയാവും. ഞാൻ ഈ പ്രൊഫഷണൽസിനെ കൊണ്ടല്ല കേട്ടോ പറയുന്നത്, സാധാരണക്കാരനെ കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കോളം വരക്കുന്നത്. കോളം വരച്ച് കഴിഞ്ഞാൽ ഏത് കോളത്തിലാണ് വായി വരിക, ഏത് കോളത്തിലാണ് മൂക്ക് വരാനുള്ള കറക്റ്റ് അളവ്, അതായത് മൂക്കിന്ന് കണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര, മൂക്കിന്ന് വായിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര, അതൊക്കെ കറക്റ്റ് കോളം വൈസായിട്ട് തിരിയും. അപ്പോൾ എന്ന് വെച്ചാൽ വരച്ച് കഴിയുമ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾ ഉദ്ദേശിച്ച ആളെ ഫേസ് കറക്റ്റ് കിട്ടും. മറ്റേ കോളം ഇല്ലാണ്ട് വരക്കുമ്പോഴുള്ള പ്രശ്നം നിങ്ങൾക്ക് ശരിക്കും അറിയായിരിക്കും. കാരണം നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും പേപ്പറിൽ ചിത്രം വരച്ച് നോക്കിയ ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ അത് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചത് മാത്രം. എന്തായാലും നിങ്ങൾക്ക് അറിയാണ്ടിരിക്കില്ല, കാരണം പേപ്പറിൽ ചിത്രം വരച്ച് നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഒന്നുമില്ലെങ്കിൽ ഒരു മലയും ഒരു 2 തെങ്ങും കുറച്ച് കാക്കിയും ഒരു സൂര്യനെങ്കിലും വരച്ച് നോക്കിയിട്ടുണ്ടാവും എല്ലാവരും. അപ്പം അങ്ങനത്തെ തീരെ വരക്കാത്ത ആൾക്കാർക്കും ഇത് എളുപ്പത്തിൽ വരക്കാൻ പറ്റും. കോളം വരച്ച് കഴിഞ്ഞുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും വായിൻ്റെയും ഡിസ്റ്റൻസ്, അതായത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ള കറക്റ്റ് തിരിയും. അപ്പോൾ 2 ചെവി എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് തിരിയും കോളത്തിനുള്ളിൽ എവിടെയാണ്. അപ്പോൾ ആ ഫോട്ടോ ഒന്ന് കോളത്തിലാക്കി കിട്ടുക എന്നുള്ളൊരു മെനക്കേടേ ഉള്ളൂ. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഒന്നും കൂടി നല്ലതിൽ, അതായത് ആദ്യത്തെ വീഡിയോ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് തന്നെ പിക്സാർട്ടിൽ ചെയ്തത് കുറേ ആൾക്കാർക്ക് മനസ്സിലായില്ല പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് പിക്സാർട്ട് അല്ലാണ്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ അടുത്തൊരു വീഡിയോ അങ്ങനെ ഒരു കണ്ടൻറ്റുമായിട്ട് വരാം. ഇപ്പോൾ ഇവിടെ കണ്ണിൻ്റെ പിരികം വരക്കുന്നത് മൂക്ക് കണ്ട. അപ്പോൾ മൂക്കിൻ്റെ കണ്ണിൻ്റെ പിരികം തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഒരു പ്ലെയിൻ പേപ്പർ വരക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന നേരം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ചെവീൻ്റെ മുകളിലത്തെ വലത്ത് ഭാഗത്തുള്ള ഒരു ലൈനില്ലേ, ആ ലൈനിൻ്റെ മുകളിലേക്ക് നമ്മൾ അധികവും ഒരു പിരികം വരക്കുക. കാരണം
മുടിയും പിരികവും നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ കാണുമ്പോൾ അത്രയും ഉണ്ടാവും. ശരിക്ക് സത്യത്തിൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ആർട്ടിസ്റ്റിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ പോലെ പോലത്തെ ഒരു സാധാരണക്കാരനെ അത് പെട്ടെന്ന് തിരിയില്ല. ഞാനൊക്കെ ഈ ഫസ്റ്റൊക്കെ വരക്കുമ്പോൾ ഇങ്ങനെ ഗ്രിഡില്ലാണ്ട് വരക്കുമ്പോൾ എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ടായി. അപ്പോൾ ഞാൻ ഗ്രിഡ് വെച്ച് 2-3 പ്രാവശ്യം വരച്ച് കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ ഫുൾ അടിച്ച് പൊളിച്ച് വരക്കാം നമുക്ക്. അപ്പോൾ ഇത് മച്ചാന്മാരെ നമുക്ക് എല്ലാവർക്കും വിഷമമുള്ളൊരു പാട്ടിലേക്ക് എത്തിയിട്ട് കണ്ണ് വരക്കൽ. ഇതാ കണ്ണ് വരക്കുന്നത് നോക്കിക്കോ. ജസ്റ്റ് ആ ബോക്സിൻ്റെ ഉള്ളിൽ അതുപോലെ വരക്കുക. ആ ബോക്സിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് സൂം ചെയ്ത് നോക്കുക. ഇപ്പുറത്ത് ഫോട്ടോ എടുക്കുക, ഈ ശരിക്കുള്ള ഫോട്ടോ എടുക്കുക. ബോക്സിൻ്റെ ഉള്ളിൽ എങ്ങനെയാണുള്ളത് അതുപോലെ ബോക്സിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ബോക്സിൻ്റെ അകത്ത് ഇപ്പോൾ ആ ബോക്സിൻ്റെ പകുതിൻ്റെ അടിഭാഗത്ത് മാത്രമേ കണ്ണുള്ളൂ. അപ്പോൾ ആ ഒരു ജസ്റ്റ് ആ ഒരു ഏരിയ മാത്രം എങ്ങനെയാണുള്ളതെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. ബോക്സിൻ്റെ ഉള്ളിൽ നോക്കി ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും. ബോക്സിൻ്റെ ഉള്ളിൽ ഈ ഒരു പകുതിൻ്റെ അടിഭാഗത്ത് മാത്രമേ ഞാൻ വരക്കുന്നുള്ളൂ. അവിടെ നമ്മളെ കൃഷ്ണമണി ആയാലും എല്ലാം കറക്റ്റ് സ്പേസിങ് കിട്ടും. അപ്പോൾ ആ ബോക്സിൻ്റെ അടിയിലത്തെ ലൈനിന് കണക്കായിട്ട് കൃഷ്ണമണീൻ്റെ എൻഡ് വരുന്നുണ്ടാകുക. അതെല്ലാം കറക്റ്റ് അതാ. ഈ ഒരു ലൈനിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ട് കൃഷ്ണമണീൻ്റെ എൻഡ് വന്ന് അതിൻ്റെ നേരെ താഴെ അതാ ഈ ലൈനോട് ടച്ച് ചെയ്തിട്ടാണ് കണ്ണിൻ്റെ അടിഭാഗത്ത് ഈ ഒരു സർക്കിൾ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ടോപ്പിലത്തെ 2 സൈഡ് ലീവാക്കുന്നത് എഫക്റ്റ് കിട്ടേണ്ടിട്ടാണ്. ഞാൻ പണ്ട് ഫസ്റ്റ് ഇട്ട വീഡിയോ പണ്ടായി എങ്ങനെ നമ്മളെ വരക്കുന്ന ചിത്രത്തിനെല്ലാം ജീവൻ വേണം. ഏത് ജീവൻ ഏത് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ജീവാണല്ല കേട്ടോ, ചിത്രത്തിന് ജീവൻ വേണം. ജീവനുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ അടുത്ത കണ്ണിലേക്ക് കിടക്കാം. അടുത്ത കണ്ണും ഇതാ അതേപോലെ തന്നെ 2 സ്ക്വയറിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ആദ്യത്തെ സ്ക്വയറിൻ്റെ ഹാഫിൽ തുടങ്ങി, അതിൻ്റെ ഹാഫ് മിഡിൽ തുടങ്ങി, എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ ലൈനിൻ്റെ ഹാഫിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക, ഇപ്പുറത്തെ കോളത്തിലേക്ക് കൊണ്ടുപോവുക. ജസ്റ്റ് ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ ഇപ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ വീഡിയോ ആവശ്യമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വരക്കാനല്ല. നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാം, ആ ഫോട്ടോ നോക്കിയിട്ട് വരക്കാം. പക്ഷേ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് വരക്കുന്നത് എളുപ്പമായിരിക്കും. ഇപ്പോൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് എങ്ങനെ എൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ തുടങ്ങിയത് എവിടെയാണ്, ലെഫ്റ്റ് സൈഡ് കോർണർ ടോപ്പിലാണ് തുടങ്ങിയത്. എന്നിട്ട് എൻഡ് ചെയ്തത് റൈറ്റ് സൈഡ് ഡൗണിലല്ല, എൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഫേസിലാണ്. അപ്പോൾ അതായത് അപ്പോൾ എൻഡ് ചെയ്യുന്നത് ഈ ബിയേഡിൻ്റെ പോർഷൻ എന്ന് പറയും, അല്ല എൻഡ് ചെയ്യുന്നതല്ല, സോറി, രണ്ടാമത്തെ ഭാഗം ബിയേഡിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക. ബിയേഡിൻ്റെ പോർഷൻ അടിഭാഗത്ത് നമ്മൾ ഔട്ട്ലൈൻ ആദ്യം വരക്കുക. ടോപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് താഴ്ഭാഗം വരെയുള്ള ഔട്ട്ലൈൻ മാത്രം വരക്കുക. ഫേസിൻ്റെ ഫുള്ള് ബിയേഡ് അടക്കം താടി അടക്കം വരുന്ന ഔട്ട്ലൈൻ വരക്കുക. മലയാളത്തിൽ തന്നെ പറയാൻ മതി. അപ്പോൾ താടി അടക്കം വരുന്ന രീതിയിൽ ഔട്ട്ലൈൻ വരക്കുക. എന്നിട്ട് പിന്നെ ഫേസിൻ്റെ ഉള്ളിലേക്ക് പോവുക. കണ്ണ്, മൂക്ക്, വായി. ഇപ്പോൾ താടിയിലെ ആൾക്കാർക്കെല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർട്ടാണ്. അതിൻ്റെ അകത്ത് താടിയിൽ ഇപ്പോൾ ഒരു വെയിലടിക്കുന്ന ഭാഗത്തു നിന്നാണ് ഫോട്ടോ എടുത്തതെങ്കിൽ ചെറിയ വൈറ്റ് ഷെയ്ഡ് വരുന്നിടയ്ക്കെല്ലാം സ്പേസ് വെറുതെ വെള്ള പേപ്പർ അങ്ങ് വിട്ടേക്കുക. അവിടെ പെയിൻ്റ് അടിക്കണ്ട, പെയിൻറ്റ് വെറുതെ തീർക്കണ്ട, അങ്ങ് ഒഴിവാക്കിയേക്കുക. ആ ഭാഗം, ബാക്കിയുള്ള ഭാഗം അതായത് കുറച്ച് ഷെയ്ഡ് വരുന്ന ഭാഗം മാത്രം നോക്കിയിട്ട് അത് മാത്രം ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുക. അതാണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിങ്. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി എളുപ്പം. ഞാൻ അന്ന് പിക്സാർട്ടിൽ പറഞ്ഞില്ല, പിക്സാർട്ടിൻ്റെ അകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കഴിഞ്ഞാൽ എവിടെയാണ് ബ്ലാക്ക് വരിക എവിടെയാണ് വൈറ്റ് വരിക എന്നുള്ള കറക്റ്റ് തിരിയും. അപ്പോൾ ആ ഇമേജ് നോക്കിയിട്ട് നമുക്ക് ഇതായി ഇപ്പോൾ ഈ കോളത്തിൻ്റെ അത് വരക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഞാൻ പറഞ്ഞു തരാനുള്ള കാരണം വെച്ചാൽ ഇതിന് മുമ്പേ ഉള്ള വീഡിയോൻ്റെ അകത്ത് ഞാനിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു പിക്സാർട്ടിൻ്റെ അകത്ത് ആക്കിയത് മാത്രമേ മനസ്സിലായുള്ളൂ, മച്ചാനെ വീഡിയോൻ്റെ അകത്ത് എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടില്ല. അതെന്ന് വെച്ചാൽ പെൻസിലിനെ കൊണ്ട് വരച്ചത് അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൊബൈൽ ക്യാമറയിൽ എടുക്കുന്നത് കൊണ്ടാണ്. പെൻസിലിനെ കൊണ്ട് വരച്ചത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നില്ല. ആ ഒരു പ്രശ്നം വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ശേഷം നേരിട്ട് ഡയറക്റ്റ് പെയിൻറ്റ് കൊണ്ട് തന്നെ വരച്ച്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്ലോ ആയിട്ട് നല്ല രീതിയിൽ കാണിച്ചു തരാൻ കഴിച്ചു. അങ്ങനെ ഫുള്ള് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്രിഡ് ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം നമ്മൾ ഗ്രിഡ് വെച്ചിട്ട് വരക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഗ്രിഡ് വെച്ച്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രിഡ് ഇല്ലാഞ്ഞത് കൊണ്ടാണ് കുറേ ആൾക്കാർക്ക് മനസ്സിലാവാത്തത്. അതായത് അവർ കുറേ ആൾക്കാർ ചോദിച്ചത് എന്താ വെച്ചാൽ ഈ പേപ്പറിൽ കാലി പേപ്പറിൽ ഇങ്ങനെ വരച്ച് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മച്ചാനെ മനസ്സിലാവാന്ന് ചോദിച്ചു. അത് സത്യമാണ്, വരച്ച് പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഞാൻ അന്നേരം ചിന്തിച്ചില്ല. അപ്പോൾ ഞാനിപ്പോൾ പിന്നെ ആലോചിച്ച് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഐഡിയ വന്നത് ഇങ്ങനെ ഗ്രിഡ് വെച്ച് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഗ്രിഡ് വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് തരും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പഴയ വീഡിയോസിൽ തന്ന പോലെ തന്നെ റിവ്യൂ നിങ്ങൾ തരിക. അതായത് നിങ്ങൾ കമൻറ്റ് ബോക്സ് കയറ്റി നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നിങ്ങൾക്ക് അനുസരിച്ച് ഇപ്പോൾ നിങ്ങളാണ് വിലയിരുത്തേണ്ട എൻ്റെ വീഡിയോസ്, എന്നാലേ എനിക്ക് അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പിന്നെയും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല മച്ചാന്മാരെ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തോളാം.
നമ്മളെ വീഡിയോസ് എല്ലാം ആദ്യം തന്നെ വന്നോട്ടെ. വീഡിയോസ് എല്ലാം ആദ്യം വരുന്നതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ പഠിക്കാമല്ലോ. അപ്പോൾ വീഡിയോ കണ്ട പാടാണ് ഫസ്റ്റ് വീഡിയോ ഇറങ്ങിയ പാടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ട് നല്ലതല്ലേ. അപ്പോൾ പിന്നെ പഠിക്കേണ്ടല്ലോ എളുപ്പമായില്ലേ. ഏത് മനസ്സിലായില്ലേ? അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോൻ്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക, അത് മറക്കരുത്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. പിന്നെ ഇടക്കിടക്ക് പറയണ്ടല്ലോ, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സിന് എത്തിക്കുമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഫ്രണ്ട്സും ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ല ആരായാലും ഇതുപോലെ വരക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഓർക്കും കൂടി അയച്ചു കൊടുക്കുക. പിന്നെ കുശുമ്പ് കൊണ്ട് ഇങ്ങനെ ഈ ഓൻ വരക്കണ്ടടാ, ഓൻ അങ്ങനെ കൊടുക്കണ്ട, അങ്ങനെ വിചാരിക്കാൻ പാടില്ല നമ്മളൊരിക്കലും. അങ്ങനെ വിചാരിച്ചാൽ പിന്നെ ആരും പഠിപ്പിക്കൂലല്ലോ, ഒരു കാര്യം പുറത്ത് പഠിപ്പിക്കില്ല. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ചങ്ങായിമാരിലേക്ക് എല്ലാം എത്തിക്കുക. അപ്പോൾ ഫ്രണ്ട്സിനോടെല്ലാം പറയുക ഇങ്ങനെ ഡ്രോയിങ് ചാനലിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറ്റി കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഉപകാരം. ഇപ്പോൾ ഡ്രോയിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ജസ്റ്റ് അവർക്ക് ഉപകാരപ്പെടുമായിരിക്കും. ജസ്റ്റ് പറഞ്ഞു നോക്കുക. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവണമെന്നില്ല, ഇതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ യൂസ്ഫുൾ ആവും. അപ്പോൾ അവരോടെല്ലാം ഫ്രണ്ട്സിലേക്കെല്ലാം എത്തിക്കുക. ചില ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ നോക്കുക. അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എപ്പം പറയില്ലേ ചിത്രത്തിന് ജീവൻ വേണം. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈയിടെയായിട്ട് ഒരു ചങ്ങായിൻ്റെ, അതായത് ഒരു എന്നെപ്പോൾ തൻ്റെ ഒരു ഏജിലുള്ളൊരു ചങ്ങായി എൻ്റെ കുറച്ച് ചിത്രം വരച്ച ഫോട്ടോസ് കണ്ടു. പെർഫെക്ഷൻ എന്നെല്ലാം പറഞ്ഞാൽ ശരിക്കും പെൻ ഡ്രോയിങ് പൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അവൻ്റെ ഒരു ഇമേജിൻ്റെ, അവൻ വരച്ച ഒരു ഇമേജിൻ്റെ വീഡിയോ ആക്കിയത്, അതായത് നമ്മളിപ്പം മനുഷ്യന്മാരെ ഫോട്ടോ എടുത്തിട്ട് കണ്ണ് ബ്ലിങ്ക് ആക്കുന്ന വീഡിയോ ആക്കുന്നില്ലേ, അതുപോലെ എഡിറ്റാക്കിയ ഒരു ഫോട്ടോ കാണിച്ചത്. ശരിക്ക് ഒരു മനുഷ്യൻ കണ്ണടക്കുന്ന പോലെ തന്നെ തോന്നും. ചിത്രത്തിനോടെല്ലാം താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് കയറി നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെക്കാം. അതുപോലെ തന്നെ അവൻ വരച്ച ഒരു ഫോട്ടോ, അത് ഞാൻ ആനിമേറ്റ് ചെയ്തൊരു വീഡിയോ ഒക്കെ ഉണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തെ ഭാഗത്ത് വെക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അടിപൊളിയാണ്. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കുക അവൻ്റെ ഫോട്ടോസ് അവൻ വരച്ചതൊക്കെ. അങ്ങനെ ഇപ്പോൾ ഇതാ ഏകദേശം മോഹൻലാലിൻ്റെ ഔട്ട്ലൈൻ കഴിഞ്ഞിരിക്കുകയാണ്. ഔട്ട്ലൈന് ഡ്രോയിങ് കഴിഞ്ഞ് ഏകദേശം തീർന്നു. താടീൻ്റെ പോർഷനും കൂടി ഒന്ന് ജസ്റ്റ് ഉള്ളിലുള്ള ഐ വിടേണ്ട ഭാഗങ്ങൾ മാത്രം, അതായത് വൈറ്റ് ആയിട്ട് വിടേണ്ട ഭാഗങ്ങൾ മാത്രം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് ഷർട്ടാട്ടാ, ഷർട്ടിൻ്റെ ഈ ഷോൾഡർ വരുന്ന ഭാഗമാണ് അടിയില്ല ജസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെ ജസ്റ്റ് എന്താ വെച്ചാൽ ഈ ഷാഡോ വന്നിട്ടുണ്ടായി ലൈറ്റ് അടിക്കുമ്പോൾ, ആ ഷാഡോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് കൈ കൊണ്ട് പണ്ടത്തെ പോലെ തന്നെ എങ്ങനെ കളർ അടിക്കാം. അപ്പോൾ കൈ കൊണ്ട് കളർ അടിക്കുന്നത് നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്, കാരണം വീഡിയോ ലെങ്ത്ത് വളരെ കൂടി പോകുന്നതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീഡിയോ ലെങ്ത്ത് വളരെ കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ പെയിൻ്റ് അടിക്കുന്നത് കുറച്ച് ഫാസ്റ്റ് ആക്കി. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ എവിടെയൊക്കെയാണ് പെയിൻ്റ് അടിക്കേണ്ടതുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനമായി ഈ ഒരു ഇമേജ് എടുത്ത് നോക്കിയാലും തരും. അപ്പോൾ ഇത് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കാം. അതുകൊണ്ട് ആയിരിക്കും പ്രശ്നമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ മാറ്റാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നത് കുറച്ച് കാണിക്കണം, പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ട്രിക്സ് കാണിക്കണം. അതായത് പെയിൻ്റ് അടിക്കുമ്പോൾ എവിടെയൊക്കെയാണ് സർക്കിൾ വരുന്നതൊക്കെ ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോൾ മുടീൻ്റെ സൈഡ് പെയിൻ്റ് അടിക്കുമ്പോൾ കൈ വിരൽ വട്ടത്തിൽ അതായത് വട്ടത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക, വട്ടത്തിൽ കറക്കിക്കൊണ്ട് പെയിൻ്റ് അടിക്കുക മുടിക്കല്ലോ, അന്നേരം കുറച്ച് എഫക്റ്റ് കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഈ വീഡിയോയിൽ അത് തന്നെ പറയുന്നതും കൂടി. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർ പോയിട്ട് കഴിഞ്ഞ വീഡിയോ കാണാം. അത് വിജയ്, നമ്മുടെ ഇളയ ദളപതി വിജയിനെ വരക്കുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ മോഹൻലാലിനെ, അപ്പോൾ അടുത്ത വീഡിയോ വേറൊരാളായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർ പോയി കാണുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. ഈ വീഡിയോയിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതിപ്പോൾ ഏകദേശം ഇത് ഫേസൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റായി. ഇപ്പോൾ ഏകദേശം കയ്യാറായി. അപ്പോൾ ഇപ്പം തന്നെ മോഹൻലാലിൻ്റെ ഒരു മാസ് ലുക്ക് വന്നില്ലേ, ഏത് നമ്മളെ മോഹൻലാലിൻ്റെ ലൂസിഫർ മാസ് ലുക്ക്. മോനെ ഞാൻ നോട്ടം നോക്ക് മോനെ. ഇപ്പോൾ ഏകദേശം ഫേസെല്ലാം കറക്റ്റ് കിട്ടിയില്ലേ, ശ്രദ്ധിച്ച് നോക്ക് നിങ്ങൾ. ഇപ്പോൾ ഇതാണ് താടിയെല്ലാം കണ്ട വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിലടിക്കുമ്പോഴുള്ള ഷെയ്ഡിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഏകദേശം ശ്രദ്ധിച്ച് നോക്കിയാൽ മോഹൻലാലിൻ്റെ ഫേസ് കറക്റ്റായില്ലേ. അപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ ഫോട്ടോ ഏകദേശം വരച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്താ മോനെ നോക്ക് മാസ് ലുക്ക് മോനെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, പിന്നെ കൂടെ ബെൽ ബട്ടൺ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടായിരിക്കും അടുത്ത കണ്ടൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.